കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ വി ഷുഡ് റിയലി ഓണർ ജീസസ് ആൻഡ് വി നീഡ് ടു ഹിയർ ഫ്രം ഹിം. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ യേശുവിനെ കേൾക്കുന്നത്, യേശുവിന് വേണമെങ്കിൽ എന്നോട് എന്തെങ്കിലും സംസാരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ അവൻ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള, ഐ മീൻ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പുറകിലുള്ള സ്പിരിച്വൽ ട്രൂത്തുകൾ എന്തൊക്കെയാണ്? ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അത് ഭയങ്കര പവർഫുള്ളായ, നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട ചില സത്യങ്ങളാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. അല്ലേ? അതിനാവശ്യമാകുന്ന ആത്മാവിനെ നൽകണമേ. ദൈവം ഒരു ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നമ്മളെ ഇന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുപ്പ അത് മനസ്സിലാവുവാൻ ഞങ്ങളെ സഹായിക്കണം, അത് ഏറ്റെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് സഹായിച്ചേ പറ്റൂ. ഐ എം ഡിപ്പെൻഡിങ് ഓൺ യു ടീച്ചർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വചനത്തിലോട്ട് നമുക്ക് പോവാം. അതിന് നമുക്ക് സങ്കീർത്തനം 28 സങ്കീർത്തനം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 28. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ ദൈവം പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സൂക്ഷ്മമായിട്ട് ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യഹോവ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. To you, O Lord, I call, my rock. Do not be deaf to me, for if you are silent to me, I will become like those who go down to the pit. ഈ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിഭയങ്കരമായൊരു വാണിങ്ങുമാണ് ഈ വാക്യം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് ടൈറ്റിൽ എഴുതിയേക്കുന്നു. ഇവിടെ ദാവീദ് പറയുന്ന ഈ കാര്യം നമ്മുടെ ജീവിതത്തിലും ബാധക. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്താണ് പഠിച്ചത്? ദൈവത്തിൽ നിന്ന് കേട്ടേ പറ്റൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് ഇടയനായിട്ടാ. ഇടയനും ആടുമായിട്ടുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ ദൈവത്തെ കേൾക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ അതിന് ഇത്രത്തോളം പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവം ഇതെന്നെ കാണിച്ചു തന്നപ്പോഴാണ്, ദൈവം ഇതെന്നെ പഠിപ്പിച്ചപ്പോഴാണ് ഈ കേൾക്കുന്ന കാര്യത്തിന് ഇത്രത്തോളം പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: For if you are silent to me, I will become like those who go down to the pit.
ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വാണിങ്ങും ഇമ്പോർട്ടൻറ്റും നമ്മൾ ഒരിക്കലും മറക്കാത്ത വാക്യവുമായിരിക്കട്ടെ. നമ്മൾ നമ്മുടെ തലമുറകളെയും നമ്മുടെ വിശ്വാസികളെയും പഠിപ്പിക്കുമ്പോൾ ഈ വാക്യം നമ്മൾ മറക്കാതെ പഠിപ്പിക്കുവാനും ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത്, ദൈവം മിണ്ടാതിരുന്ന സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കുഴിയിൽ പോവും, നമ്മൾ നശിച്ചു പോവും, നമ്മൾ പാതാളത്തിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ തടവറയിലായി പോവും. കാരണം എന്താ? ദൈവം മിണ്ടാതിരുന്നാൽ മതി. അപ്പോ ദൈവം മിണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭയങ്കര ആവശ്യമാണ്. അതൊരു ചെറിയ ആവശ്യമല്ല, നമ്മുടെ ഭയങ്കര ഒരു റിക്വയർമെന്റ് ആണെന്ന് ദാവീദിന് മനസ്സിലായിട്ട് ദാവീദ് നിലവിളിക്കുക, ദൈവമേ അങ്ങ് മിണ്ടാതിരിക്കല്ലേ, അങ്ങ് എന്നോട് സംസാരിച്ചേ പറ്റൂ. അപ്പോ നമ്മൾ ഇത്രയും നാള് കരുതിയിരുന്നത്, ഞാൻ പോലും ധരിച്ചിരുന്നത്, ദൈവം നമ്മളോട് സംസാരിക്കും, പക്ഷേ സംസാരിച്ചാൽ നല്ലതാണ്, സംസാരിക്കേണ്ട അത്യാവശ്യമാണ് നമുക്ക് ഡയറക്ഷനും ഗൈഡൻസും കിട്ടാൻ. പക്ഷെ ഇത്രയും വലിയൊരു ഡേഞ്ചർ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ദാവീദ് എഴുതിയിരിക്കുന്നത്, ഈ കുഴിയിൽ ഇറങ്ങി പോകുന്നവരെ കുറിച്ച് ദാവീദിന്റെ പിക്ചർ എന്താണ് ഇവിടെ ദാവീദ് പറയണേ? വെരി സിമ്പിൾ, അവരോട് ദൈവം സംസാരിക്കുന്നില്ല. അപ്പൊ ദാവീദ് പറയാണ്, ദൈവമേ നീ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിലായി പോകും. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങള് ഈ ഒരു ആസ്പെക്റ്റിൽ എടുക്കണം. നമ്മൾ കുഴിയിൽ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളോട് സംസാരിക്കേണ്ടത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ദൈവത്തോട് നിലവിളിച്ചോണം, ദൈവമേ അങ്ങ് സംസാരിച്ചേ പറ്റൂ, അങ്ങ് എനിക്ക് ഉത്തരം അരുളിയേ പറ്റൂ, ഈ കാര്യത്തിനും അല്ലെങ്കിൽ എന്നെ നടത്തുന്ന അത് അങ്ങനെ നടത്തിയേ പറ്റൂ, അങ്ങ് നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തണം, അതിനുള്ള ഇൻസ്ട്രക്ഷനും ടീച്ചിങ്ങും ഗൈഡൻസും തന്നേ പറ്റൂ എന്നുള്ള നമ്മുടെ ഭയങ്കരമായ ഒരു 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 ആഗ്രഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഇട്ടേച്ചു പോകുന്ന വ്യക്തിയല്ല ദാവീദ്. കാരണം ദാവീദിന് അറിയാം, അങ്ങനെ ഉപേക്ഷ വിചാരിച്ചാൽ സംഭവിക്കുന്നത് കുഴിയിൽ പോകുന്ന ഇടപാടായിരിക്കും. അപ്പൊ ദാവീദ് ഇങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്, ദൈവമേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളവ നീ കേൾക്കാതിരിക്കരുത്. അപ്പൊ ദാവീദിന്റെ മുഴുവൻ ആശ്രയമായ ഈ ദൈവത്തോട് വളരെ ആവശ്യബോധത്തോടെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്റെ പാറയായുള്ളവ നീ കേൾക്കാതിരിക്കല്ലേ, നീ മിണ്ടാതിരുന്നാ ഞാൻ കുഴിയിൽ പോവും, അങ്ങ് എന്നെ നടത്തിയേ പറ്റൂ, അങ്ങയുടെ ആശയം എന്നോട് പറഞ്ഞു നൽകിയേ പറ്റൂ എന്നാണ് ദാവീദ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് മുതൽ ഞാനും നിങ്ങളെ ഉപദേശിക്കുകയാണ്, നമ്മളെല്ലാവരും ഈ കാര്യം ഏറ്റെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോടങ്ങ് സംസാരിച്ചേ പറ്റൂ. ഇനി ദൈവം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തടസ്സം ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. നമ്മളിൽ പാപം ഉണ്ടെങ്കിൽ, അകൃത്യം ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കത്തില്ല. അത് യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 59 എഴുതിയിട്ടുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ
നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പാപം വെച്ചോണ്ട്, അകൃത്യം വെച്ചോണ്ട് ദൈവത്തെ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. പാപവും അകൃത്യവും ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവമേ മിണ്ടാതിരിക്കില്ലേ എന്ന് പറയുന്ന ദാവീദിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അപ്പൊ പാപവും അകൃത്യവും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവന്റെ മാംസം തിന്നി അവന്റെ രക്തം കുടിക്കുന്നത് കഴുകൽ പ്രാപിച്ചിട്ട് വേണം ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ. അതായത് അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ അകൃത്യം ഉണ്ടെങ്കിൽ ദൈവം കേൾക്കത്തില്ല. നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ശുദ്ധി വേണം, ആ ഒരു സംഭവം വേണം. അതിന്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങളുടെ ദാവീദ് 28-ാം സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഫണ്ടമെന്റലി നമ്മൾ ഓർക്കുക. പാപവും തെറ്റും വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. അത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ. ചെന്ന് കഴിഞ്ഞിട്ട് വെറുതെ പോരരുത്. ദൈവം നമ്മളോട് സംസാരിച്ചിട്ടേ പോരാവൂ. അത്ര ഇമ്പോർട്ടൻ്റാ. സംസാരിക്കാതെ വിടുന്ന ആൾക്കാർ കുഴിയിൽ പോകുന്നു ബൈബിൾ എഴുതിയേക്കുന്നു. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ദിവസങ്ങൾ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സ്വർഗം എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന രക്ഷിക്കപ്പെട്ട് വിശ്വാസിയാന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം സ്വർഗത്തിൽ പോകുന്നത് ബൈബിൾ പഠിച്ചതനുസരിച്ചിട്ട് ദൈവം എന്നെ ഇതുവരെ പഠിപ്പിച്ചതനുസരിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം അവർ പല കാര്യങ്ങളിലും വചനത്തിന് വിരുദ്ധമായിട്ടാണ് അവരുടെ ജീവിതം. ഈ പറഞ്ഞ കാര്യത്തിൽ ഇത് നോക്ക്, എത്ര പേര് ദൈവം സംസാരിക്കുന്നുണ്ട്? വചനം എഴുതിയിട്ടാണ്. ഇനി വേറെ കാണിച്ചു തരാം. അതിന്റെ താഴെ എഴുതിയ ഈ 28-ാം സങ്കീർത്തനം വലിയ വാണിംഗ് സങ്കീർത്തനാണ്. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. അപ്പൊ ഈ ദാവീദ് എത്ര താല്പര്യത്തോടെ, എത്ര യാചനയോടെ ഈ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗസ്റ്റിനെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ആ ഗസ്റ്റിനെ എത്ര റെസ്പെക്റ്റോടുകൂടെ നമ്മൾ ട്രീറ്റ് ചെയ്ത്, എത്ര റെസ്പെക്റ്റോടുകൂടെ കേൾക്കുന്ന ആ അവസ്ഥ നമ്മളും നമ്മുടെ ദൈവവുമായിട്ട് നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ യേശുവിന് വേണമെങ്കിൽ ചെയ്യട്ടെ, ദൈവം വേണം, അങ്ങനെയല്ല എൻ്റെ രീതി. അത് സാത്താൻ അവിടെ മുതലെടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ സാധനങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റിയേ പറ്റൂ. ഇനി അതിന്റെ അപ്പൊ ദാവീദ് വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് യാചിക്കുവാണ്. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ച് കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. ഈ വാക്യം ഒന്ന് പിന്നെയും ശ്രദ്ധിക്കണേ. ഇവിടെ ദൈവത്തോട് ദാവീദ് അപേക്ഷിക്കുകയാണ്, ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകല്ലേ എന്ന് എഴുതിയേക്കണേ. ഡു നോട്ട് ഡ്രാഗ് മീ away with the wicked and with those who work iniquity. അപ്പൊ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഈ ദുഷ്ടന്മാരുടെ കൂടെ വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന, തെറ്റിനോട് അകൃത്യത്തോട് ഒക്കെ വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ദാവീദ് അതിൽ നിന്ന് ഒഴിവാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് നമുക്കും പ്രാർത്ഥിക്കണ്ടേ? കാരണം ഇവിടെ ദാവീദ് പറയുന്ന കാര്യം, അവർ പുറമെ സമാധാനം സംസാരിച്ചാലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. യെസ്, പുറമെ അവർ സമാധാനം സംസാരിച്ചാലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അപ്പോൾ
ദാവീദ് ഇവിടെ നമ്മളെ അടുത്ത ഒരു കാര്യം ശ്രദ്ധിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് അടുത്ത വാക്യം, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം, പ്രവൃത്തിയുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർ കൊടുക്കണമേ, അവരുടെ കൈകളുടെ പ്രവൃത്തികളെ പോലെ അവരോട് ചെയ്യണമേ, അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. ഇനി അടുത്തൊരു വാക്യം കൂടി ശ്രദ്ധിക്കണേ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായ കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ഇതൊക്കെ വലിയ വാണിംഗ് സങ്കീർത്തനാണ്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞു ദൈവം നമ്മളോട് സംസാരിച്ചേ പറ്റൂ, അതിന് പാപവും ആകൃത്യം ഒന്നും പാടില്ല. ഇനി പാപവും ആകൃത്യം ഒന്നും ഇല്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ദുർനിക്ഷേപം ഉണ്ടാവാം. അതായത് ദൈവത്തോട് നമ്മൾ ഏറ്റു പറയുന്നു, ദൈവം കഴിവപ്പം തന്നെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ ശുദ്ധീകരണം അല്ല ഈവിൾ ഡെപ്പോസിഷനെ പുറത്താകുന്ന പ്രൊസീജിയർ. ഹൃദയത്തിലെ ദുഷ്ടത, ഹൃദയത്തിലെ ദുർനിക്ഷേപം മാറുന്ന വേറൊരു പ്രൊസീജിയർ. അതിനെ മെതിച്ചു പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കി കളഞ്ഞേ പറ്റൂ. അതെന്റെ പ്രൊസീജിയർ അങ്ങനെ തന്നെയാണ്. അതിനെ വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പാപം അല്ല ആ സമയത്ത്, അതൊരു സാത്താന്റെ നിക്ഷേപം എടുത്ത് പുറത്താകണം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, നിക്ഷേപമുള്ള ആൾക്കാര് അവര് അവരുടെ പ്രവൃത്തി കാണിച്ചിരിക്കും, അതിന് അവർക്ക് പ്രതിഫലം കിട്ടിയിരിക്കും. ഇനി ദാവീദ് ഇവിടെ പറയുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം ശരിയാകപ്പെടാത്തതെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ദൈവത്തെ കേട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ഒരു പരിവർത്തനം ഉണ്ടാവത്തില്ല. ദൈവത്തെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ദൈവം പറയൂ, ദൈവത്തെ കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം തന്നെ ദൈവം പറയും. അപ്പൊ ദൈവത്തെ നമ്മൾ ഇങ്ങനെ കേൾക്കണം. ദൈവത്തെ കേൾക്കുന്ന ദൈവത്തിന്റെ ഒബ്ജക്റ്റീവ് വെച്ചിട്ട്, നമ്മുടെ ഇഷ്ടത്തിലല്ല ദൈവത്തെ വിളിച്ചു വരുത്തേണ്ടത്. ദൈവമേ, അങ്ങ് എന്നെ നടത്തണം, അങ്ങയുടെ പദ്ധതിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി തീരണം. നമ്മുടെ രാജ്യം, ദൈവത്തിന്റെ രാജ്യമായിരിക്കും. നമ്മുടെ മണ്ഡലം ദൈവരാജ്യമായിരിക്കണം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നേ പറ്റൂ. അപ്പൊ നമ്മൾ അതിനൊക്കെ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കണ്ടേ? അപ്പൊ അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിന് ആവശ്യകരമായ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്കണ്ടേ? അതിനകത്തത് വെളിപ്പെടണ്ടേ? ഒരു പരിധി വരെ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ നടന്നോളും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മേഖലകള് ഒക്കെ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ ഐക്യപ്പെടണം. അതിനകത്തുള്ള സകല തടസ്സങ്ങളും അന്ധകാര ശക്തികളെയും നമുക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോല് തന്നേക്കുക. ഇത് നമ്മുടെ ചുമതലയാണ്, അതിനകത്ത് അന്ധകാര ശക്തിയെ മാറ്റി നിർത്താൻ. അത് പ്രവർത്തിക്കാതിരുത്താനുള്ള ചുമതല നമുക്കുണ്ട്. നമുക്ക് പറ്റുക, വി ഹാവ് ദ പവർ ഫോർ ദാറ്റ്. നമുക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ആ പവർ നമുക്ക് എടുത്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ. മാത്രമല്ല, ആ മേഖലകളിൽ ദൈവത്തിന്റെ കാറ്റടിപ്പിക്കണം. ദൈവത്തിന്റെ കാറ്റടിപ്പിച്ച അന്ധകാര ശക്തികളെ, സാത്താന്യ സിസ്റ്റങ്ങളെ, മാനുഷിക സിസ്റ്റങ്ങളെ തകർത്ത് കളയണം. ഈ സങ്കീർത്തനം 48 ഒരു വാക്യമുണ്ട്. ആ വാക്യങ്ങൾ അത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് 48:7, നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർസീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. ആ സങ്കീർത്തനത്തിന്റെ മുകളിലോട്ടൊക്കെയുള്ള വായിച്ചാൽ അത് കോരപുത്രന്മാരൊരു സങ്കീർത്തനാണ്. അത് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്ത സ്തുത്യനുമാകുന്നു.
മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. അതിന്റെ അരമനകൾ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ചു കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവൾക്ക് എന്ന പോലെ വേദന പിടിച്ചു. ഞാൻ ഈ വായിക്കുമ്പോൾ ഇത് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആയിരമാണ്ട് വാഴ്ചയുടെ കാര്യങ്ങളും, ചില കാര്യങ്ങൾ പുതിയ യെരൂശലേമിലെ കാര്യങ്ങളും, ചില കാര്യങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില മിസ്റ്ററീസ് ഒക്കെയാണ് പറയണത്. അപ്പം ഇങ്ങനെ പറഞ്ഞ് അതായത് ആയിരമാണ്ട് വാഴ്ചയുടെ കാര്യം പറയും, ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഓരോരുത്തരന്മാർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക: നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർസീസ് കപ്പലുകളെ ഉടച്ചു കളയും. അപ്പം തർസീസ് കപ്പലുകളെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. തർസീസ് പഴയ കാലത്ത് കപ്പല് മെയിൻ കനിക്ക് വന്ന കപ്പലുണ്ടാക്കുന്ന ഒരു മെയിൻ സംഭവമാണ് തർസീസ്. ഈ തർസീസ് എന്ന് പറയുന്നത് തന്നെ ഈ നോഹയുടെ പുത്രൻ യാഫേത്തിന്റെ പുത്രന്റെ പേരാ തർസീസ്. അങ്ങനെയാണ് തർസീസ് കപ്പല് തർസീസ് എന്നുള്ള കാര്യങ്ങൾ കണ്ടമാനം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. കണ്ടമാനല്ല, കുറച്ച് ദിനവൃത്താന്തത്തിലുണ്ടെന്ന് തോന്നുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒക്കെ തർസീസ് കപ്പലുകളെ കുറിച്ചുണ്ട്. അപ്പോ ഇവിടെ ഒരു പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ദൈവം കിഴക്കൻ കാറ്റ് കൊണ്ട് തർസീസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. അപ്പൊ അത് ദൈവത്തിന് പറ്റും. ഞാൻ നമ്മളതിനെ സ്പിരിച്വൽ സിസ്റ്റത്തിലോട്ട് എടുക്കാം. ഈ മനുഷ്യൻ നമുക്കെന്ത് എതിരായിട്ട് നമുക്ക് അത് പ്രവർത്തിച്ചാലും പ്ലാൻ ചെയ്താലും ദൈവത്തിൻ്റെ ഒറ്റ കാറ്റ് മതി അതിനെ ഉടയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് എന്ത് കാര്യം നിന്നാലും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ എന്ത് കാര്യം നിന്നാലും, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള എന്ത് കാര്യം നിന്നാലും നമ്മുടെ ഒരു പ്രാർത്ഥന മതി. അതുപോലെ നമ്മുടെ മേഖലകളിലോട്ട് ദൈവത്തിൻ്റെ കാറ്റടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഐ മീൻ പരിശുദ്ധാത്മാവ് ഒഴുകണം ആ മേഖലകളിലോട്ട്, ആ വ്യക്തികളിലോട്ട്, ആ കാര്യങ്ങളിലോട്ട് പരിശുദ്ധാത്മാവിനെ ഒഴുകണം ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അത് സാത്താന്യ മണ്ഡലത്തിനും ഡിസ്ട്രക്ഷനും സ്പിരിച്വൽ മണ്ഡലത്തിൻ്റെ പണിയുമായിരിക്കും. സ്പിരിച്വൽ മണ്ഡലത്തിലെ പണിയുമായിരിക്കും. ഓടിച്ച് ഇനി ആ ഒരു ആശയം കൂടി നമ്മുടെ മനസ്സിലെടുത്തിട്ട് 28-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് നോക്കുക. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ആരെ? ഈ ഹൃദയത്തിൽ ദുഷ്ടതയുള്ളവരെ, ഹൃദയത്തിൽ ദുർനിക്ഷേപം ഉള്ളവര്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചാൽ, ദാവീദ് പറയുക, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളും വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുന്ന കാര്യങ്ങളും നമുക്കത് തമാശയും നമുക്കത് കുറച്ച് നേരത്തേക്ക് പണിയാണെങ്കിൽ, എഗെയിൻ ഞാൻ പഠിച്ചിടത്തോളം നമ്മൾ നരകത്തിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടാവും. നമ്മളുടെ ഹൃദയം പണിയപ്പെടില്ല. ഇവിടെ അങ്ങനെ ദാവീദ് എഴുതിയേക്കണേ. നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ വിവേചിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ലോകത്തിൻ്റെതായ കാര്യം പറഞ്ഞ് റീൽസും കണ്ട് ഇങ്ങനെ സമയം കളയുവാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കൂല. കുഴിയിലും ആവും, നരകത്തിലും പോവും. ഈ ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണോ? ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മൾ ഒരു വേറിട്ട ആളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ആക്ട് ചെയ്യേണ്ട പോലെ ആക്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഒരു വലിയ കാര്യമാണ്, ഒന്ന് നമ്മൾ പാപമില്ലാത്ത അവസ്ഥ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കഴുകൽ പ്രാപിച്ച, എപ്പോഴും ശുദ്ധീകരണം പ്രാപിച്ച അവസ്ഥ കീപ്പ് ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിക്കും നിലവിളിക്കണം. കാരണം ദൈവത്തിന് ഒരു വ്യക്തമായ പ്ലാനുണ്ട്, വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം നമ്മളോട് സംസാരിച്ച് നമുക്ക് കിട്ടണം, അത് ഇംപ്ലിമെൻ്റ് ആവണം. അതിന് ദൈവം സഹായിക്കണം. ദൈവത്തിൻ്റെ കാറ്റടിപ്പിക്കണം, അന്ധകാര ശക്തികളെ തകർത്തു മാറ്റണം. ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവം ചെയ്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വചനത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ വിവേചിക്കണം. അങ്ങനെ വിവേചിക്കുന്നത് ദൈവത്തിന് നമ്മളെ പണിയുന്ന ഒരു സാധനമാണ്. ഹൃദയത്തിൽ ദുർനിക്ഷേപങ്ങളെ മാറണം, നമ്മൾ പണിയപ്പെടണം. ദൈവമേ, അങ്ങയുടെ വചന സത്യങ്ങളെ എനിക്ക് ഗ്രഹിപ്പിച്ച് നൽകണമേ, എന്നോടത് പറഞ്ഞു നൽകിയേ പറ്റൂ. അത് വളരെ വ്യക്തമായി ഞാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ, ഈ ലോകത്തിൻ്റെതായ ഒരു കാര്യത്തിൽ നമ്മൾ ഈ മെനക്കേടൊക്കെ ചെയ്യുന്നതാണേ. നമ്മൾ ഓരോ കോഴ്സ് പഠിക്കുന്നു, ഓരോ ടൂള് പഠിക്കുന്നു. ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് അതിൻ്റെ എല്ലാ നൂലാമലകളും മനസ്സിലാക്കി അതിനെ നമ്മുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഓരോ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന. ഈ ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ഈ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ് വിചാരം. നടക്കുകയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നടത്തുന്നത് സാത്താൻ നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുവന്ന പരിപാടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അതല്ല, നിത്യജീവനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇടപാട് മൊത്തം മാറണം. മൊത്തം നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, എക്സ്പെക്റ്റേഷൻ എങ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് അത് മാറണം. അവിശ്വാസങ്ങൾ മാറണം. ഭയങ്കരമായിട്ട് ദൈവത്തോട് നിലവിളിക്കണം. ഏത് സമയവും ആ നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഉറപ്പുള്ള കാര്യമാണ്. ഭയങ്കര, അതായത് നമുക്ക് ആ ദൈവികമായ ഉള്ള സ്വഭാവം നമുക്ക് കിട്ടണം. ദൈവികമായ സ്വഭാവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഒന്ന് യോഹന്നാൻ 5:2 നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. By this way we know that we love the children of God. In other terms, by this way we know that we have agape. ദൈവത്തിൻ്റെ അഗപ്പെ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ പറയുന്ന ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റാണ്. When we love God and observe His commandments, try to understand, your building up is actually happening. And it will result into a real agape in our life. We can able to love others with godly love. When we need to listen Him, He will give a lot of instruction. We need to execute it. And that process, if we continue with that process, and that process is keep on increasing in our life daily basis, surely the fruit of Spirit is slowly developing in our life, and we slowly can able to produce it, and others can see it. So take this into our innermost being. We need to pray in such a way that God must talk to us. For listening from God, one thing is very important. We need, yes, a pure heart, a clear status with God. If we have any problem within us,
if he committed any mistake or sins or any iniquities, make sure that we eat his flesh and drink his blood. The moment we feel that, yes, we are cleansed, Abheshika, Father God, have mercy on me. Talk to me, God. Talk to me, God. If you not talk to me, I will go down to the pit. So it is so important. It is our responsibility. It is our need that we should ask God in such a way that, yes, we should hear from him. We should get a clear picture from him. I was not aware of this consequence. But now we all are aware. It is our responsibility to talk to him. And it is our responsibility to plead him that we should listen. We should get very clear guidance from him. And another thing, yes, our heart should be as pure. If there is any impurity, any evil deposition in our heart, definitely we need to cast it out. We need to cast it out. We need to thresh, pulverize, and make it chaff and cast it out in the name of Jesus. Hallelujah. It will happen because God needs a pure heart. Many people, they say, ദൈവത്തെ പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെ ശുദ്ധിയുള്ളവൻ പ്യുവർ ആയിരിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനൊരു ബൈബിള്, അങ്ങനൊരു വാക്യം ബൈബിളിൽ ഇല്ല. മനുഷ്യൻ പറയണ അങ്ങനൊരു വാക്യം ബൈബിളിൽ ഇല്ല. ബൈബിളിലുള്ള വാക്യം ഞാൻ പറയാം. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തില് ഇങ്ങനെ എഴുതിയേക്കണേ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ബി ഹോളി ഫോർ ഐ ആം ഹോളി. അപ്പോ പല കാര്യങ്ങളും ഈ സാത്താൻ നമ്മളോട് ഉപദേശിച്ചിട്ട് നമ്മുടെ ഐഡിയോളജീനെ മാറ്റിയേക്കുക. ഈ ഐഡിയോളജിയുടെ ബേസ് എന്താണെന്നറിയാമോ? അത് റോങ് ഐഡിയോളജിയുടെ ബേസ് നമ്മുടെ മനുഷ്യബുദ്ധിയാണ്, അല്ലെങ്കിൽ സാത്താൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് ഒഴിവാകണമെങ്കിൽ ആര് നമ്മളോട് സംസാരിക്കണം? ദൈവം സംസാരിക്കണം. ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞു തരണം. അതുകൊണ്ട് നമ്മൾ പണിയപ്പെടണം. പണിയപ്പെടണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്, നേരത്തെ പ്രവർത്തിച്ചത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് വിവേചിക്കണം. അതെങ്ങനെയാണ് അത് നടന്നത്? അതിൻ്റെ കാര്യം എന്താ? അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഇരുന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി God will elevate our spiritual level. God will help us. And also try to understand, God need to send his spirit through us to those areas, those people, those activities. And we need to bind every evil. Don't allow Satan to work in our country, in our region, our realm. Because it is the kingdom of God. And we need his spirit. We need his angels to be deployed to do his will. So, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ദൈവം സംസാരിച്ചു. അവരുടെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറും. കുഴിയിൽ പോകാതിരിക്കണോ? ദൈവം സംസാരിച്ചേ പറ്റും. ദാവീദ് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ദാവീദ് പറയുന്നു, ദൈവത്തിന് വിവേചിക്കുന്നില്ലെങ്കിൽ, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ വിവേചിക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുന്നില്ലെങ്കിൽ, ത്രൂ ഔട്ട് ബൈബിളിൽ പഠിപ്പിക്കുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാം. പുറപ്പാട് പുസ്തകത്തിലും അങ്ങനെ ആ ഒരു വാക്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇസ്രായേൽ മക്കളെ കുറിച്ച്, ഇസ്രായേൽ മക്കളോട് കമാൻഡ്മെന്റ് ആണ് ദൈവം പറയുന്നത്.
ഞാൻ നിനക്ക് ചെയ്തത് നിങ്ങളും നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം, അത് ധ്യാനിക്കണം. അതൊരു കമാൻഡ്മെന്റ് ആണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പണിയപ്പെടാനാണ്. അപ്പം ഇന്നത്തെ വചനത്തിന്റെ ആ ബേസിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒത്തിരി മാറ്റം വേണ്ടേ? വളരെ ഫ്രാങ്ക് ആയിട്ടാണ് പറഞ്ഞത്. ഒരു കാഷ്വൽ ഇടപാടിൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കേണ്ട. അത് തെറ്റായ പഠിപ്പീരാണ്. സഭകളിൽ ബഹുഭൂരി ആൾക്കാർ ചിന്തിക്കുന്നത് ജസ്റ്റ് രക്ഷിക്കപ്പെട്ടാൽ മതി, സ്നാനപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മയൊക്കെ ആചരിക്കുന്നു, പിന്നെ അന്യഭാഷയും കൂടി പറയുമെങ്കിൽ എല്ലാമായി. യേശു പറഞ്ഞ ഈ ബൈബിൾ മൊത്തം സത്യമാണ്, ചില ഭാഗം മാത്രമല്ല സത്യം. യേശു പറഞ്ഞ് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. അപ്പൊ അത് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ഏവനുമല്ല സ്വർഗത്തിൽ പോകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗത്തിൽ പോകുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെ അറിയും? ദൈവം നമ്മളോട് സംസാരിക്കണ്ടേ, ദൈവത്തിന്റെ പ്ലാൻ നടക്കണ്ടേ. ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, പൂർണ്ണതയുള്ളതായി കാണണ്ടേ. ഇതൊരു ചെറിയ ഇടപാടല്ല, വളരെ സീരിയസ് ബിസിനസ്സാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശരിക്കും പഠിക്കാനുണ്ട്, ശരിക്കും ധ്യാനിക്കാനുണ്ട്. ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കാവൂ. നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയാവൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ലെവലിലോട്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിലത്തെ ആൾക്കാരെ പോലെ നമ്മളതായിത്തീരും. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈ കാഷ്വലായിട്ട് നടന്നേക്കുന്ന ഏത് വിശുദ്ധനാണ് ഉള്ളത്? ദൈവത്തിന് ബൈബിളിൽ നോക്കിയാൽ ഏതെങ്കിലും ആൾക്കാരെ കാണാൻ പറ്റും? അവരൊക്കെ ദൈവമായിട്ടൊരു എക്സ്ട്രാ ഓർഡിനറി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. വി ഹാവ് ടു മേക്ക് ഇറ്റ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ സഭകളും പഠിപ്പീരുമാണ് അത് തെറ്റായിട്ട് പഠിപ്പിച്ചു വെച്ച് നമ്മുടെ അങ്ങനെ ഒരു ധാരണ കൊടുത്തിരിക്കുന്നത്. നോ, അങ്ങനല്ല. ദൈവത്തിന്റെ സാധനം ഭയങ്കര സ്ട്രിക്റ്റാ, ഭയങ്കര പവർഫുള്ളാ. അത് രണ്ട് സാധനം, ഒന്ന് നരകം അല്ലെങ്കിൽ സ്വർഗമുള്ളൂ. പിതാവിന്റെ ഇഷ്ടം ചെയ്യാന്നുള്ളത് മസ്റ്റാന്ന് വെച്ചാൽ ഭയങ്കര മസ്റ്റാ. അതിന് പരിശുദ്ധാത്മാവ് വേണം, ദൈവത്തിന്റെ ഞാൻ ഈ വചനം പഠിക്കണം, ദൈവത്തെ അറിയണം. അതൊക്കെ ഭയങ്കര ഭയങ്കര എസെൻഷ്യൽ സാധനമാണ്. ഞാൻ വാക്ക് ഇവിടെ നിർത്തുന്നു. ലെറ്റ് us devote our, നമ്മൾ ബി ട്രൂത്ത്ഫുൾ ടു അവേഴ്സ്. നമുക്കിത് പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നമ്മൾ തോൽവി സമ്മതിച്ച യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. പക്ഷെ ഇത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് തോന്നിയിട്ട് ദൈവത്തോട്, ദൈവം ഇത് ആവശ്യമാണ്, എൻ്റെ ഇത്ര നാളത്തെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ അങ്ങ് വിചാരിച്ചാൽ അത് പറ്റും. എനിക്ക് തരാൻ പറ്റുന്ന എന്നെ തന്നെ. ഐ എം ജസ്റ്റ് ഗിവിങ് മൈസെൽഫ് ടു യു. യു ജസ്റ്റ് ഡിസൈഡ്, യു ഡയറക്റ്റ്. ഐ ആം അവൈലബിൾ ഫോർ യു. യു ജസ്റ്റ് ഡു വാട്ട് യു വാണ്ട് ആൻഡ് ഹെൽപ്പ് മീ ആൻഡ് ഫോർഗീവ് മീ, ക്ലെൻസ് മീ ആൻഡ് ടോക്ക് ടു മീ, ലീഡ് മീ, ബിൽഡ് മീ അപ്പ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രാർത്ഥന വന്നാലുണ്ടല്ലോ, ആത്മാർത്ഥതയുള്ളതുണ്ടെങ്കിലല്ലോ, ഓ അത് ഭയങ്കര പവർഫുള്ളും, സ്വർഗം സന്തോഷിക്കുകയും ദൈവം ഇറങ്ങി വന്ന കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്ന. വി നീഡ് ഹിസ് ഹെൽപ്പ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തോൽവികൾ സമ്മതിക്കുമ്പോഴായിരിക്കും. അതായത് ഗോഡ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വി കനോട്ട് ഡു ബൈ അവേഴ്സെൽഫ്. വി നീഡ് ഹിസ് പ്രസൻസ്. യേശുവിനോട് ചേർന്ന്, അവനോട് കൂടെ ഇരുന്ന്, അവൻ്റെ ആടായിരുന്നു മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയേക്കണം. ഒന്നും ഒന്ന് എഴുതിയേക്കണം. ബലം കായ്ക്കാമെന്ന് മാത്രം. ബലം കായ്ക്കുന്ന കാര്യത്തിലെ ഒരു ചാപ്റ്ററിൽ യേശുവിൻ്റെ സെന്റൻസ് നോക്കുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല.
എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമാൻ കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. So it's very important to abide in Jesus and hear from Him and have Spirit upon us and upon the things that we are handling with. And we need to apply our authority, power to bind every evil activity. And also, we need to destroy every mountain that stands against us. So, let's pray. Let's conclude it here. I hope it really touch your lives. The business is serious. It's a serious deal. It is our responsibility to make sure that we hear from God. And the only thing that hinder from hearing the word of God or hearing the presence of God and His communication is our own mistakes, our own sins and iniquities. If you are ready to wholeheartedly devote ourselves and cleanse our heart with His precious blood, and if we really come to Jesus and eat His flesh and drink His blood, definitely He is merciful enough to purify us. Absolutely. And also we need to aware that even if we get a proper purification, evil deposition could be there that you need to deal with in a different prayer, with a different attitude. It is evil deposition that has been deposited by Satan for over the period of time. It is not all of a sudden an instant occurrence, rather, it's a continuous, recurring activity that has been taken place in our lives. So we need to really consider, because what happens in practical sense, if we confess truly, genuinely, and definitely God will purify us. We can feel in our spirit that yes, we are being purified. But aware, be aware. If we just leave our evil deposit as it is and don't highlight it to God and pray for it, what happens? The seed of Satan is in our heart. Since that seed is there, anytime Satan can come in and can force us to do the same mistake that we committed. And for the same mistake, probably we ask for his forgiveness. And we have been cleansed also, but still we will continue the same mistake again and again if we don't treat our evil deposition. So we have to treat both. All these things will happen through the communication, because Jesus know, if Jesus is in us and with us and we are communicating with him, his primary objective is to cleanse us, purify us, to make us holy, make us correct, make us perfect in every aspect. Not like someone says some mistake could be there, we cannot be as pure as God. No, Bible not agreeing with that statement. Only evil people, only satanic ideology actually propagating through such devouring wolves. It is a big lie
And it is very pathetic, not pathetic, it is a devouring evil doctrine. We should not agree with that, because according to 1 John chapter 3, it is written, little children, make sure no one deceives you. The one who practices righteousness is righteous. It is not like one who assumes that the righteousness of Jesus is sufficient for my righteousness. No, that is not sufficient in the name of Jesus. If that righteousness, that power, that Holy Spirit should yes, empower us to perform righteousness as He is righteous. If His righteous and His salvation, His Spirit is not driving us to perform the real righteousness, we cannot claim that we are righteous, because David is saying in Psalms 23, lead me in the path of righteousness for your name's sake. Otherwise, he would have said like this, God, since I believe in your name, I assume that whatever I did, you consider that I am righteous. No. He said, lead me in the path of righteousness through your namesake, because of your namesake. So the power of God should make us drive in righteousness, make us perform righteousness. That is what Bible says. And Apostle John warns us, nobody deceives you, because this deception is everywhere. 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 Because those people are thinking, അതായത് യേശുവിന് അല്ലെങ്കിൽ അവന്റെ സിസ്റ്റത്തിന് പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യനെ, ഫ്ലഷിലുള്ള മനുഷ്യനെ പ്യുവറായിട്ട് നടത്താൻ പറ്റത്തില്ല എന്നാണ് അവരൊരു തരത്തെ ഡിക്ലെയർ ചെയ്യണേ. അതായത് ഫോർ വാട്ട് പർപ്പസ് ജീസസ് കെയിം, അത് പറ്റത്തില്ല. കാരണം യേശു ഇവിടെ എഴുതിയേക്കണത് 5-ാം വാക്യത്തില്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. അപ്പം ആൾക്കാരെന്താ പറയുന്നത്? ഇല്ല, യേശുവിന് പാപം നീക്കാൻ പറ്റത്തില്ല. ബൈബിളിനെതിരാ, യേശുവിൻ്റെ പ്രിൻസിപ്പിളിനെതിരാ. ഈ പറയുന്ന ആൾക്കാർ പക്ക അങ്ങനെയുള്ളവരുടെ സഭയെ പോലും പോയത്. അങ്ങനെയുള്ള സാധനം ആ സാധനത്തിനെ കട്ടായം നമ്മൾ എതിർത്തോണം. അതായത് നമ്മുടെ ഉള്ളിലോട്ടത് എടുക്കരുത്. കാരണം ഇത് കണ്ടമാനം പെന്തക്കോസ് ഇതിലോ ഉണ്ടത് എവരിവെയർ. പക്ക തെറ്റാണ്. അതായത് when someone say like that, indirectly they are proclaiming that Jesus is not sufficient to remove our sin. We will be still in sin. Jesus is not sufficient to give us a pure heart. We will be always with evil heart. Jesus is not sufficient to purify our flesh. ഈ സാധനം ഭയങ്കരമായിട്ടുള്ള യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് ഈ ഡിസപ്ഷനെതിരെ യേശുവിൻ്റെ നാമത്തിൽ what shall I do, Jesus? I'm leaving it to God. 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 Hallelujah. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിനെ help us to be pure as you are pure. Lead us, God, please, God. Hallelujah.
പരിശുദ്ധാത്മാവ് പറയണത്, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാവട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ.